ഹായ്. വാട്സപ്പിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും എല്ലാം ഉപയോഗം കൂടിയതിനനുസരിച്ച് നമ്മുടെ മൊബൈലിനുണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നമാണ് മൊബൈൽ ഹാങ് ആകുക, അല്ലെങ്കിൽ മൊബൈലിലെ മെമ്മറി ഫുള്ളാകുക, ഇങ്ങനെ ഒരു പ്രശ്നം. അപ്പം ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് അതിൽ നിന്ന് വിവരങ്ങൾ കിട്ടുന്നുണ്ട്. ചിലർ പറഞ്ഞു തരുന്നുണ്ട് ക്യാഷ് മെമ്മറി എടുത്ത് ക്ലിയർ ക്യാഷ് കൊടുക്കുക, അല്ലെങ്കിൽ വാട്സപ്പിലെ ക്ലിയർ ചാറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ എന്നാലും പൂർണ്ണമായിട്ട് നമുക്കൊരു കൂടുതൽ ശതമാനം മെമ്മറി കുറഞ്ഞു കിട്ടുന്നില്ല. അതിനുള്ള ഒരു സിമ്പിൾ ട്രിക്കാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതിന് കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ട. ഞാൻ ഉപയോഗിക്കുന്നത് ഒരു സാധാരണ നമ്മുടെ ചാർജിങ് കേബിളാണ്. ഈ ചാർജിങ് കേബിള് ആണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു കമ്പ്യൂട്ടർ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഴയതോ പുതിയതോ ആയിട്ടുള്ള ഏതെങ്കിലും കമ്പ്യൂട്ടറോ സുഹൃത്തുക്കളുടെ അടുത്തോ ആരുടെയെങ്കിലും അടുത്ത് കമ്പ്യൂട്ടർ ഉണ്ടെങ്കിലും ഇത് ഉപയോഗിക്കാം. ഇത് ഉപയോഗിച്ചിട്ട് ഈ മൊബൈലിൽ കണക്ട് ചെയ്ത് ഒരു ഫയൽ കോപ്പി ചെയ്ത് കഴിയുമ്പോൾ, ഒരു ഫോൾഡർ കോപ്പി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 80% വരെ മെമ്മറി ഫുള്ളായിട്ടിരിക്കുന്നത്, 90% വരെ മെമ്മറി ഫുള്ളായിട്ടിരിക്കുന്നത് ഒറ്റയടിക്ക് ഒരു 40% 30%-ത്തിലോട്ട് എത്തിക്കാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ ട്രിക്കാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഈ മെമ്മറി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ലാപ്ടോപ്പ് ഇതാണ്. ഒരു ഡെല്ലിൻ്റെ ഒരു പഴയ ലാപ്ടോപ്പാണ്. വിൻഡോസ് 7 ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഏത് ലാപ്ടോപ്പ് ആണെങ്കിലും കുഴപ്പമില്ല. അത്യാവശ്യം ഡാറ്റ കേബിൾ ഉപയോഗിച്ച് ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പി ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പ്യൂട്ടർ ആയിരിക്കണം, അല്ലെങ്കിൽ ലാപ്ടോപ്പ് ആയിരിക്കണം എന്ന് മാത്രം. കമ്പ്യൂട്ടർ ആണെങ്കിൽ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. ഇതാണ് എൻ്റെ മൊബൈൽ. ഈ മൊബൈലിൽ ഇപ്പം 84% മെമ്മറി ഫുള്ളാണ്. ഇൻറ്റേർണൽ മെമ്മറി മാത്രമേ ഉള്ളൂ, എക്സ്റ്റേണൽ മെമ്മറി ഒന്നുമില്ല. ഇതിനകത്ത് ഡിലീറ്റ് ഇൻസ്റ്റാളേഷന്, ഡിലീറ്റ് വീഡിയോസ്, അൺഇൻസ്റ്റാൾ ആപ്പ്, അങ്ങനെ പല കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ഞാൻ കുറേ ക്ലിയർ ക്യാഷൊക്കെ ചെയ്ത് നോക്കി, കുറേ ഫയലുകളൊക്കെ മാറ്റി നോക്കി. എന്നിട്ടൊന്നും മെമ്മറി 84-ൽ നിന്ന് ഒരു 2%, 5% കുറയുന്നതല്ലാതെ കൂടുതലൊന്നും കുറയുന്നില്ല. ഇതിനകത്ത് ഡിലീറ്റ് ആപ്ലിക്കേഷനുണ്ട്. ഡിലീറ്റ് ആപ്ലിക്കേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡാറ്റ റീസെറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ തൊട്ട് എല്ലാ കാര്യങ്ങളും പോയി പോകും. അതുകൊണ്ട് ഒരു കാരണവശാലും എനിക്ക് ഫാക്ടറി റീസെറ്റ് ചെയ്യാൻ പറ്റില്ല. ഫാക്ടറി റീസെറ്റ് ചെയ്യാതെ എങ്ങനെ ചെയ്യാമെന്നുള്ളത് ആണ് ഇതിപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പം ഇവിടെ കിടക്കുന്ന ഒരു ആപ്ലിക്കേഷനിലും ഒന്നും ഡിലീറ്റ് ചെയ്യാതെ തന്നെയാണ് നമ്മളിപ്പം ചെയ്യുന്നത്. ഇതാണ് നമ്മൾ കമ്പ്യൂട്ടർ ഓണായിട്ട് ഇരിപ്പുണ്ട്. ഡാറ്റ കേബിൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ ചാർജിങ് കേബിൾ തന്നെ, മൊബൈലിൽ ചാർജ് ചെയ്യുന്ന ചാർജിങ് കേബിൾ തന്നെ ഇതിൻ്റെ ഈ ലാപ്ടോപ്പിൻ്റെ USB-യിലേക്ക് കുത്തുക. USB പോർട്ടിലേക്ക് കുത്തി, ഒരു സൈഡ് USB പോർട്ടിൽ കുത്തി, മറ്റേ സൈഡ് നമ്മൾ എടുത്തിട്ട് മൊബൈലിലോട്ടാണ് കണക്ട് ചെയ്യുന്നത്. മൊബൈലിലോട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പം മൊബൈലിൻ്റെ മേലവശത്ത് ഒരു മെസ്സേജ് വരും, അതുപോലെ തന്നെ സിസ്റ്റത്തിലൊരു മെസ്സേജ് വരും. ആദ്യം നമുക്ക് നോക്കാം. മേലെ വശത്തോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിയുമ്പം ഇതാണ് ക്ലിയറായിട്ട് കാണാവോ, കണക്റ്റിംഗ് ടു ഈ USB എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചാർജിങ് ദി ഡിവൈസ് ടു USB എന്ന് പറഞ്ഞ് കണക്ട് ചെയ്ത് കഴിയുമ്പം അതിലൊന്ന് ടച്ച് ചെയ്ത് കഴിയുമ്പം നോ ഡാറ്റ ട്രാൻസ്ഫർ, ഫയൽ ട്രാൻസ്ഫർ ഫോട്ടോ, ഇങ്ങനെ 3 ഓപ്ഷൻ വരും. അതിനകത്ത് ഫയൽ ട്രാൻസ്ഫറിൽ ഒന്ന് ടച്ച് ചെയ്യുക. ഫയൽ ട്രാൻസ്ഫർ ടച്ച് ചെയ്ത് കഴിയുമ്പം നമ്മുടെ മൊബൈലിലെ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനിയിപ്പം ഇവിടെ നോക്കുക. ഇവിടെ നോക്കിക്കഴിയുമ്പം ഓപ്പൺ ഡിവൈസ് വ്യൂ ഫയൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കമ്പ്യൂട്ടറിൽ വരും. ആ കമ്പ്യൂട്ടറിലും അതിലും ഒന്ന് മൗസ് വെച്ച് ക്ലിക്ക് ചെയ്ത് അതും ഒന്ന് ഓപ്പൺ ആക്കുക. അത് ഓപ്പൺ ആയി കഴിയുമ്പം വരുന്നത് ഒരു ഇൻറ്റേർണൽ ഹാർഡ് ഡിസ്കിൻ്റെ ഇൻറ്റേർണൽ ഡ്രൈവിൻ്റെ ഫുള്ളൊരു ബാറാണ് നമുക്ക് കിട്ടുന്നത്. ഈ ബാറ് ഇതിനകത്ത് 80%. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ കുറേ ഫോൾഡറുകളുണ്ട്. ഈ ഫോൾഡറുകളിൽ ഇതിൽ ഒരു DCIM എന്ന് പറയുന്ന ഈ ഫോൾഡറാണ്. ഇപ്പോൾ DCIM ഈ കാണുന്ന ഈ ഫോൾഡറാണ് നമ്മൾ ആദ്യം കോപ്പി ചെയ്യുന്നത്. ഇത് കോപ്പി ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ നമുക്ക് വേണ്ടപ്പെട്ട എന്തെങ്കിലും ഫയലുകൾ ഇതിനകത്തുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിസ്റ്റത്തിലോട്ട് ആദ്യം കോപ്പി ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഇത് സിസ്റ്റത്തിലോട്ട് ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട്, ഡെസ്ക്ടോപ്പിലോട്ട് ഒരു ഫോൾഡർ ഉണ്ടാക്കി, ക്രിയേറ്റ് ന്യൂ ഫോൾഡർ കൊടുത്തിട്ട് ഒരു ഫോൾഡർ ഉണ്ടാക്കി, ആ ഫോൾഡറിലോട്ട് നമ്മൾ ഈ DCIM എന്ന ഫോൾഡർ അതിനകത്തോട്ട് കോപ്പി ചെയ്തിടുകയാണ് ചെയ്തത്. ആദ്യമേ തന്നെ നമ്മൾ DCIM എന്ന ഫയലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് അതിനകത്തുള്ള ഫയൽ എടുത്തിട്ട് നമ്മൾ ഡെസ്ക്ടോപ്പിലെ ആ ഫോൾഡറിലോട്ട് കോപ്പി ചെയ്തിടുന്നു.
ഇനി നിങ്ങളുടെ മൊബൈലിൽ കിടക്കുന്ന ഫോട്ടോകൾ, വീഡിയോകൾ, അങ്ങനെയുള്ള ഫയലുകളെല്ലാം വേണ്ടാത്ത ഫയലുകളാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇത് ഡിലീറ്റ് ചെയ്യാൻ കഴിയും. പക്ഷേ ഏതെങ്കിലും കാരണവശാൽ അത് ഡിലീറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ആ ഫയലുകൾ തിരിച്ചു കിട്ടില്ല. പിന്നെ നമ്മൾ മൊബൈലിൽ നിന്ന് ഈ ഫോൾഡറിനകത്തുള്ള സാധനങ്ങൾ ഡിലീറ്റ് ചെയ്താലും ഒരു പക്ഷേ പോകണമെന്നില്ല. കാരണം ഇതിനകത്ത് അതിൻ്റെ ഫയലിൻ്റെ സൈസും ഫയലിൻ്റെ സെറ്റിങ്സിൽ കിടക്കുന്ന ഫയലുകളും എല്ലാം കിടക്കും. അതൊന്നും ഇതിനകത്ത് നിന്ന് പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്ത് പോവില്ല. അതുകൊണ്ടാണ് മൊബൈലിൽ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ നമുക്ക് മെമ്മറി ലഭിക്കാതിരിക്കുന്നതും കമ്പ്യൂട്ടറിൽ വെച്ചിട്ട് ചെയ്യുമ്പം ഇതിൽ നിന്ന് ലഭിക്കുന്നതും. എന്തായാലും നമ്മൾ കോപ്പി ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. കോപ്പി ചെയ്ത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഒന്നുകൂടി ഓപ്പൺ ചെയ്യണം. കോപ്പി ചെയ്ത് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ചെയ്യുന്നത് ഇപ്പം ഇൻറ്റേർണൽ ഹാർഡ് ഡിസ്കിൽ സെയിം അതുപോലെ തന്നെ കിടപ്പുണ്ട്. ഇനി ഈ ഫയല് ഇപ്പോഴും 84% എന്ന് പറഞ്ഞാൽ 84% കിടപ്പുണ്ട്. നമ്മുടെ ഫയലുകൾ അതൊന്ന് കോപ്പി ചെയ്ത് ഫയലുകൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ വന്നിരിക്കുന്ന ഫോട്ടോകൾ, വീഡിയോകൾ ഒക്കെ ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തുണ്ടാവും. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെങ്കിൽ മാത്രം അതെടുത്ത് മാറ്റി ഫോണിലോട്ട് ഇടുകയോ വേറെ എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കുകയോ ചെയ്യുക. അല്ലാത്ത ബാക്കിയെല്ലാം നമ്മൾ ഇത് ഫംഗ്ഷൻ കഴിഞ്ഞ് കഴിയുമ്പം ഡിലീറ്റ് ചെയ്ത് കളയും. ഇപ്പം നമ്മൾ വീണ്ടും ആ ഫയലുകൾ ഒന്നും കൂടെ ഓപ്പൺ ചെയ്യുകയാണ്. ഈ DCIM എന്ന് പറയുന്ന ഫോൾഡർ ഒന്നും കൂടെ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പം എടുത്തു വച്ചിരിക്കുന്ന ആ DCIM ഒന്നും കൂടെ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത് കഴിയുമ്പം ഇപ്പം ഈ കിടക്കുന്ന ഫയലുകൾ മുഴുവൻ നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതിനകത്ത് ഒരു 90%, 98% ആവശ്യമില്ലാത്ത ഗ്രൂപ്പുകളിൽ നിന്ന് വന്ന വീഡിയോകളും ഫേസ്ബുക്കിലും വാട്സപ്പിലും വന്ന വീഡിയോകൾ ഡൗൺലോഡ് ചെയ്ത് കിടക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത് മുഴുവൻ Ctrl+A കൊടുത്ത് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ബട്ടൺ കൊടുക്കുന്നു. റൈറ്റ് ക്ലിക്ക് അടിച്ച് ഡിലീറ്റ് കൊടുക്കുന്നു. ഡിലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഡിലീറ്റ് ആകുന്ന കുറച്ച് സമയമെടുക്കും. ഒരു കമ്പ്യൂട്ടറിൻ്റെ സ്പീഡ് പോലെ ഇരിക്കും. 2 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ് അങ്ങനെ ഇരിക്കും. എത്ര ഫയൽ ഉണ്ടെന്നുള്ളത് അനുസരിച്ചിരിക്കും. ഇത് കംപ്ലീറ്റായി, ഇത് ഡിലീറ്റ് കംപ്ലീറ്റ് ആയി കഴിയുമ്പം ഒരു മെസ്സേജ് വരും, കംപ്ലീറ്റ് ആയോ എന്നുള്ളത്. കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നു കഴിയുമ്പം ഈ DCIM എന്ന് പറയുന്ന ഫോൾഡർ കാലിയായിരിക്കും. ഇപ്പോൾ എൻ്റെ മൊബൈലിൻ്റെ അവസ്ഥ നമുക്കൊന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. മൊബൈലിൻ്റെ മെമ്മറിയുടെ അവസ്ഥ ഇപ്പം DCIM ഫോൾഡർ എംപ്റ്റി ആയി. നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഡിലീറ്റ് ഇൻസ്റ്റാളേഷൻ വീഡിയോസ്, അങ്ങനെയുള്ള അൺഇൻസ്റ്റാൾ വീഡിയോസ് ഇതൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ 55% കിട്ടിയിട്ടുണ്ട്. 85% എന്നുള്ളത് 55%ത്തിലേക്ക് വന്നു. ഇനി നിങ്ങൾക്ക് വാട്സപ്പിലെ ഏതെങ്കിലും ഫോൾഡറുകൾ, ഗ്രൂപ്പുകളിലുള്ളത് ക്ലിയർ ചാറ്റ് ചെയ്യുകയോ മറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഇതുവരെയുള്ള കാര്യങ്ങൾ എല്ലാം ഫിനിഷ് ആവുകയും ചെയ്തു. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്. വയനാട് കിച്ചൺ. ഗുഡ് ലക്ക് എവരിബഡി.